പുതുവർഷത്തിൽ നല്ല ആരോഗ്യമെന്ന സന്ദേശവുമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ക്യാമ്പയിന് മുന്നോടിയായുള്ള വിളംബര ജാഥ ജനുവരി 1-ന് സമാപിക്കും. ഡിസംബർ 26-ന് കാസർഗോഡ് നിന്നാണ് വിളംബര ജാഥ ആരംഭിച്ചത്. 1-ാം തീയതി ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടക്കും. കോട്ടയം ജില്ലാതല പ്രചാരണ പരിപാടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. 25 കൊല്ലക്കാലത്തെ വളർച്ച നോക്കിയാൽ ഈ രംഗത്തിന് അഭിമാനകരമായ വളർച്ച ഉണ്ടായിട്ടുണ്ട്. 4-5 മെഡിക്കൽ കോളേജ് മാത്രമുണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് 19 മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുകയാണ്. ജില്ലാ ആശുപത്രിയിൽ തന്നെ ജനറൽ ആശുപത്രിയും സ്പെഷ്യാലിറ്റി ഉൾക്കൊള്ളുന്ന മറ്റു വിഭാഗങ്ങളോട് കൂടിയുള്ള ആശുപത്രികൾ ഉണ്ടാകുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ജില്ലയിൽ തന്നെ പല ജില്ലാ ആശുപത്രിയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആശുപത്രികളുടെ എണ്ണം വർദ്ധിക്കുന്നു. ആരോഗ്യത്തെക്കുറിച്ച് അവർക്ക് നല്ല ബോധവൽക്കരണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. തിരുനക്കര മൈതാനത്ത് നടന്ന പരിപാടിയിൽ മുനിസിപ്പൽ ചെയർമാൻ MP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N പ്രിയ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ സുകുമാരൻ, കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പുന്നൂസ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത, മുനിസിപ്പൽ കൗൺസിലർ S ഗോപൻ, ഡെപ്യൂട്ടി DMO ഡോക്ടർ CJ സിത്താര, സംസ്ഥാന മാസ് മീഡിയ ഓഫീസർ ഡോമി ജോൺ, ജില്ലാ മാസ് മീഡിയ ഓഫീസർ R ദീപ എന്നിവർ പങ്കെടുത്തു. ചലച്ചിത്ര നടൻ പ്രശാന്ത് അലക്സാണ്ടർ മുഖ്യാതിഥിയായിരുന്നു. പരിപാടിയുടെ ഭാഗമായി പ്രത്യേകം ബ്രാൻഡ് ചെയ്ത KSRTC ബസ്സിൽ ക്രമീകരിച്ച വിളംബര ജാഥയെ പട്ടിത്തനം റൗണ്ട് അബൌട്ടിൽ നിന്ന് സൈക്കിൾ റാലിയുടെ അകമ്പടിയോടെ കോട്ടയം നഗരത്തിലേക്ക് ആനയിച്ചു. തിരുനക്കര മൈതാനത്ത് വ്യായാമ യോഗ പ്രദർശനം, സുംബ ഡാൻസ്, ആയോധന കലകൾ, മ്യൂസിക്കൽ ഇവന്റ് എന്നിവയും നടന്നു. ആരോഗ്യകരമായ ഭക്ഷണം, പ്രായാനുസൃത വ്യായാമം, കൃത്യമായ ഉറക്കം, ആരോഗ്യ പരിപാലനം എന്നീ ഘടകങ്ങളാണ് ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആയുഷ്, വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം, കായികം, യുവജനക്ഷേമം, വനിതാ ശിശു വികസനം തുടങ്ങിയ വകുപ്പുകളും സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ, NSS യൂണിറ്റുകൾ തുടങ്ങിയവയും പരിപാടിയുമായി സഹകരിക്കുന്നുണ്ട്. i4E ന്യൂസ്, ഏറ്റുമാനൂർ.